ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാന്നുള്ളത്. എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും അതൊരിക്കലും നടക്കാറില്ല കേട്ടോ. വേറൊന്നുമല്ല, നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. എൻ്റെ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നാണ്. നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്, അതായത് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഡെയിലി ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ നാനുവിൻ്റെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അമ്മായി നേരത്തെ തന്നെ എണീച്ചിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഓക്കോൾ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും ഒക്കെ പറ്റില്ല. ഞാനൊന്ന് അപ്പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് റാഹ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ഓൾ ഓൾറെഡി എണീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റാഹൻ്റെ അടുത്ത് വന്നിട്ട് കിടന്നിട്ട് ഓളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 2-3 ദിവസമായിട്ടുള്ള എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസമായിട്ട് റാഹക്ക് നല്ല രീതിയിലുള്ള ജലദോഷവും കഫക്കെട്ടും പനിയൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ഏകദേശം സ്കൂളിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കാണെങ്കിൽ 8:30 മുമ്പ് ഓട്ടോ വരും. പിന്നെ അമ്മായി ആണെങ്കിൽ അവളെ കുളിപ്പിക്കുകയും മുടി കെട്ടി കൊടുക്കുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനുള്ള ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ബാഗിൽ എടുത്തു വെച്ചത്. അങ്ങനെ ഞാനൊരു ടൈം ആയപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഓള് സ്കൂളിലേക്ക് പോയാലട്ടോ നമ്മളൊക്കെ ഒന്ന് ഫ്രീ ആവുക. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ നോക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവിടെ 3 പേർക്കും 3 ഗ്ലാസ്സാണ്. അതിപ്പോൾ ചായ കുടിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും ഒക്കെ എല്ലാവരും അവരുടെ ഗ്ലാസ്സിൽ മാത്രമേ കുടിക്കുകയുള്ളൂ. പിന്നെ അങ്ങനത്തെ ശീലങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ രാവിലെ ദോശയും പിന്നെ പരിപ്പ് കറിയും മീൻ വരട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ദോശയൊക്കെ നമ്മളിങ്ങനെ കഴിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂലൊക്കെ എടുത്തൊന്ന് മുറ്റടിച്ച് വരാമെന്ന്. ഇന്നാണെങ്കിൽ ഭാഗ്യത്തിന് മഴയൊന്നുമില്ല, അല്ലെങ്കിൽ രാവിലെ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ എണീക്കാനും നമുക്ക് എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും. ഒന്നാമത് ഇവിടെ വയനാട്ടിൽ നല്ല തണുപ്പാണല്ലോ. ഇന്ന് പിന്നെ എന്താ അറിയില്ല, രാവിലെ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവിടെ ഒരു 3 നേരം മുറ്റടിച്ച വരും. മുറ്റത്ത് നല്ല രീതിക്കുള്ള ചപ്പും ചവറൊക്കെ ഉണ്ടാവും. ഡെയിലി 2 നേരമാണ് അടിക്കുക, രാവിലെയും വൈകുന്നേരം. എന്നാലും ഉണ്ടാവും. അപ്പുറത്തുപ്പുറത്തൊക്കെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് കാറ്റടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക്, റബ്ബറായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപ്പ് കറി മീൻ വരട്ടിയതും ചോറൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് നടക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറേ ആളൊന്നുമില്ല, നമ്മൾ 3 ആളും തന്നെ, ഞാനും ഉമ്മയും അതേപോലെ അമ്മായിയും ഉണ്ട്, പിന്നെ മക്കളും. മഴ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അല്ലാണ്ട് പിന്നെ അധികം വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇരുന്നിരുന്ന് ബോറടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു നടക്കാൻ പോക്ക് പതിവാണ്. ഇത് പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ളൊരു വീടാണ് കേട്ടോ. എപ്പോഴും ഞാൻ വരുമ്പോൾ ചോദിക്കാറുണ്ട് വീട്ടിൽ ചെല്ലായിട്ട്, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞതാണ് നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് സഫീർ ചാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സഫീർ ചാനയും കൂട്ടി മക്കളെ കൂട്ടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ സഫീർ ചാൻ്റെ വീട്ടിൽ തന്നെ കയറി. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ചായയൊക്കെ നമ്മൾ ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നിർബന്ധിച്ചപ്പോൾ ചായ കുടിച്ചതാണ്. ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം വൈകുന്നേരം ആയിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനത്തെ നടത്തവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ പിള്ളേരൊക്കെ കളിക്കായിരുന്നു കേട്ടോ. ഓരോ കളിയും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. അങ്ങനെ മഴ മെല്ലെ ചോർന്ന് കണ്ടപ്പോൾ നമ്മൾ നടന്നങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപാട് നിസ്കരിച്ച് പിന്നെ വീണ്ടും ചായ വാർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഡെയിലി ഇവിടെ കട്ടൻ ചായയാണോ എന്ന്? എനിക്കൊന്നുകൂടെ കട്ടൻ ചായയാണ് ഇഷ്ടം. പിന്നെയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പാല് മേടിക്കാൻ പോലുള്ള മടിയാണ് കേട്ടോ. ഡെയിലി മഴയാണല്ലോ, മഴക്കാലമായതുകൊണ്ട് നമുക്ക് താഴെ പോകാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് പാല് മേടിക്കാത്തത്. ചായക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ചിപ്സ് ഉണ്ടായിരുന്നു, ചിപ്സൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റാഹക്ക് പിന്നെയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ട് നമ്മളൊന്നുകൂടെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പീച്ചുംകോട് ഹോസ്പിറ്റലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ആവി പിടിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ബാക്കിയുള്ള മരുന്നും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മളൊന്ന് വാർഡിലേക്ക് ജസ്റ്റ് മാറിക്കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ചെറിയ രീതിക്കുള്ള ജലദോഷം പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഓനും അമ്മായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ അവരെടുത്ത് പിന്നെ ഞാൻ റാഹനാക്കിയിട്ട് മാസ്ക് മേടിക്കാൻ പോയതാണ്.
മാസ്ക് മേടിച്ച് വന്ന് ആവിയൊക്കെ പിടിച്ച് പിന്നെ നമ്മൾ ഓട്ടോയിൽ തിരിച്ചിങ്ങ് പോന്നു. വീട്ടിലെത്തിയപാട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. ഇതിവിടെ ഉണ്ടായ മുളകാണ് കേട്ടോ, പച്ചമുളക് ചീരപ്പറങ്കി. അപ്പോൾ ഇതിലിങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ഈ ഇരട്ടപ്പഴം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലെത്തി. കുറച്ച് ദിവസമായി പറയും നമുക്ക് നൈറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ മഴയും ഇല്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ എവിടെയല്ല കേട്ടോ പോയത്, പീച്ചങ്ങോട് ബർഫിക്കാണ് പോയത്. ബർഫിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഇന്നെന്താ അറിയില്ല, ഇന്ന് അത്രമാത്രം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് എങ്ങാണ്ട് വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ടേബിൾ ഒഴിഞ്ഞ് കിട്ടി കേട്ടോ. അങ്ങനെ ഇരുന്ന് നമ്മളെന്താ ഓർഡർ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ നാനുവിന് ലോഡർ ഫ്രൈസ് മതിയെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാനൊക്കെ ലോഡർ ഫ്രൈസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ ചീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണ്. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മളങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.